നവജാത ശിശുക്കളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 9 ലക്ഷണങ്ങളുണ്ട്. ഈ ഒരു 9 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ നോട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ കുട്ടികളെ ഡോക്ടറിൻ്റെ അടുത്ത് എത്തിക്കേണ്ടതാണ്. അപ്പോൾ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അവർ അമ്മയുടെ പാലൊട്ടും കുടിക്കുന്നില്ലെങ്കിൽ അത് നമ്മൾ ഉടനെ തന്നെ ഡോക്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, കുട്ടി കണ്ടിന്യൂസ് ആയിട്ട് കരയുകയാണ്, നിർത്താതെ കരയുകയാണ്. നമ്മൾ എത്രയൊക്കെ സമാധാനിപ്പിക്കാൻ നോക്കിയിട്ടും കുട്ടി അത് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഡോക്ടറായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. മൂന്നാമത്തെ കാര്യം, കുട്ടി ശ്വാസം എടുക്കുന്നതിൻ്റെ വേഗത വളരെ കൂടിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ അവർ ശ്വാസം എടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടിയാണെന്ന് നമുക്ക് തോന്നിയാലും അത് ഉടനെ തന്നെ നമ്മുടെ ഡോക്ടറിനോട് അറിയിക്കേണ്ടതാണ്. നാലാമത്തെ കാര്യം, കുട്ടിയുടെ ശരീരത്തിലെ താപനില വളരെയധികം കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലും അല്ലെങ്കിൽ ഒത്തിരി കൂടി ഒരു ഫീവർ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുവാണെങ്കിലും നമ്മൾ അവരെ ഡോക്ടറിൻ്റെ അടുത്ത് എത്തിക്കേണ്ടതാണ്. അഞ്ചാമത്തെ കാര്യം, ഒരു ഫിറ്റ്സ് പോലെ അല്ലെങ്കിൽ ഒരു ജന്നി പോലെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കുട്ടി കാണിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഡോക്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഉടനെ തന്നെ കുട്ടീനെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതാണ്. ആറാമത്തെ കാര്യം റാഷസ് ആണ്, അതായത് കുരുപ്പുകൾ, വെള്ളം നിറഞ്ഞു നിൽക്കുന്ന തരത്തിലുള്ള കുരുപ്പുകൾ അല്ലെങ്കിൽ പഴുപ്പ് നിറഞ്ഞു നിൽക്കുന്ന തരത്തിലുള്ള കുരുപ്പുകൾ 10 അതിൽ കൂടുതലോ കുട്ടിയുടെ ശരീരത്ത് നമ്മൾ കാണുവാണെങ്കിൽ അതും ഡോക്ടറിനെ അറിയിക്കേണ്ടതാണ്. ഏഴാമത്തെ കാര്യം, കുട്ടിയുടെ സ്കിന്നിൻ്റെ കളറാണ്. അതൊരു നീല കളറോ പർപ്പിൾ കളറോ ആയിട്ട് തോന്നുവാണെങ്കിലും അല്ലെങ്കിൽ മഞ്ഞ കളർ കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിലും നമ്മൾ ഉടനെ തന്നെ കുട്ടീനെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതാണ്. എട്ടാമത്തെ കാര്യം, കുട്ടി വളരെയധികം വൊമിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ വൊമിറ്റ് ചെയ്യുന്ന സാധാരണഗതിയിൽ കുട്ടി കവിട്ടും, പക്ഷെ അതല്ലാതെ വളരെ ഫോഴ്സ്ഫുള്ളി, ഒത്തിരി ക്വാണ്ടിറ്റി ആണെങ്കിലും ശരി വളരെ ഫോഴ്സ്ഫുള്ളി കുറച്ച് ശക്തി എടുത്ത് വൊമിറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ നോട്ട് ചെയ്താലും അല്ലെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി ഒരുപാടായിട്ട് നമുക്ക് ഫീൽ ചെയ്താലും അത് നമ്മുടെ ഡോക്ടറിനെ അറിയിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ലൂസ് മോഷൻ, വയറിളകി ഒരുപാട് പോകുന്നുണ്ടെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാലും അത് നമ്മൾ ഡോക്ടറിനെ അറിയിക്കേണ്ടതാണ്, കുട്ടീനെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതാണ്. ഒമ്പതാമത്തെ കാര്യം, കുട്ടി ചുമയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ ബ്ലഡ് വരുന്നു എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാലും നമ്മളത് ഡോക്ടറിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കുട്ടിയുടെ ആക്ടിവിറ്റി. അതായത് കുട്ടി വളരെ തളർന്ന് കിടന്ന് ഉറങ്ങുന്നു അല്ലെങ്കിൽ ഉറക്കം വളരെ കൂടുതലാണ്, നമ്മൾ വിളിച്ചിട്ടൊന്നും പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും കുട്ടീനെ ഡോക്ടറിൻ്റെ അടുത്ത് എത്തിക്കേണ്ടതാണ്.